അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായി ഇറങ്ങി വന്നു മുത്തിന്റെ മുമ്പിൽ ആദ്യമായി ഇറങ്ങി വന്നു. ബേജാറായി, വെപ്രാളമായി, സങ്കടമായി, വിറയലായി. എവിടേക്കാണ് എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ആ വിഷമം മാറ്റാൻ പോയത്? എവിടേക്കാ പോയത്? മുത്ത റസൂലിന്റെ കുഞ്ഞു വീട്ടിലേക്കാ പോയത്. സുരക്ഷിത ഇടം അവിടെയല്ലേ, വേറെ എവിടെയാ പിന്നെ പോകേണ്ടത്? വർണ്ണ തെളിവൊളി മികവേറും മണിമച്ചിൽ സ്വർണ്ണ താമരകത്തിലെ സുന്ദരി ഖദീജത്തിൽ കുബറ സ്വപ്നം കണ്ടിരിക്കുന്നുണ്ട്. സുന്ദരി ഖദീജത്തിൽ കുബറ സ്വപ്നം കണ്ടിരിക്കുന്നുണ്ട്. ഷാമിൽ കച്ചവടത്തിന് പോയി മുഹമ്മദ് സല്ലല്ലാഹു ഷാമിൽ കഴിക്കാനായി കാത്തു ഖദീജ റളിയല്ലാഹു കണ്ണീർ എണ്ണ ഒടിച്ച് കാലെ കൂട്ടി ഒരുങ്ങിയിരുന്നു. നോക്കി കണ്ണു കടച്ചു വിടുന്നല്ലോ. അല്ലാഹുവേ, മലബാറൻ ദേശലുകളില് മറക്കാൻ കഴിയാറ് കവികളെ എഴുതി വെച്ച മനോഹരമായ വരികളാണിത്. അല്ലാഹുവിന്റെ റസൂല് ഓടിപ്പോയത് എവിടേക്കാ പ്രിയപ്പെട്ടവരെ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട് കൈകാലുകൾ വിറച്ച്, പനി പിടിച്ച്, ചൂട് പിടിച്ച് അല്ലാഹുവിന്റെ റസൂൽ നിന്നപ്പോ ഓടിയത് എവിടേക്കാ? എന്റെ ഒരു സുരക്ഷിത ഇടമെവിടെയാ? എന്റെ മനസ്സിന്റെ സങ്കടം മാറ്റുന്ന സ്ഥലമെവിടെയാ? എന്റെ മനസ്സിന്റെ നൊമ്പരം മാറ്റുന്ന സ്ഥലമെവിടെയാ? എന്റെ കുഞ്ഞു വീട് തന്നെയല്ലേ? അല്ലാഹുവിന്റെ റസൂല് പോയില്ലേ? ജമ്മിലൂനി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇറങ്ങി വന്നില്ലേ? പുതപ്പെട്ട് മൂടിക്കൊടുത്തില്ലേ? എന്നിട്ട് പറഞ്ഞ്, കരയണ്ട നബിയേ, കരയണ്ട, പേടിക്കണ്ട നബിയേ, പേടിക്കണ്ട. അങ്ങ് ചെയ്യുന്ന പുണ്യം പോലെ ചെയ്യാൻ ഇവിടെ ആരാവുള്ളത്? അതുകൊണ്ട് അല്ലാഹു അങ്ങയെ കൈവിടിയില്ല. വല്ലാഹി മാ യുഹ്സികല്ലാഹു അബദാ എന്ന് പറഞ്ഞ് ആശ്വാസവാക്ക് കൊടുക്കുന്ന സുരക്ഷിതയിടമായി നമ്മുടെ വീട് മാറോ? ഇന്നങ്ങനെ ഒരു വീടുണ്ടോ? നിന്റെ വീട് അങ്ങനെ പതിയിലാണോ? സമാധാനം വേണമെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകണ്ടേ? ചില ചെറുപ്പക്കാർ പറയും, ഉസ്താദേ ഞാനും വരട്ടെ 10 ദിവസം നിങ്ങളുടെ കൂടെ പ്രസംഗത്തിന്. എന്തേ മോനെ, ഒരു സമാധാനമില്ല ഉസ്താദേ, വീട്ടിനകത്ത് സമാധാനമില്ല ഉസ്താദേ. എവിടെയെങ്കിലും പോയി ഞാനും ഒന്ന് സിയാറത്തിന് പോകട്ടെ, സമാധാനമില്ല. എവിടെയെങ്കിലും പോയി ഒന്ന് മരിക്കട്ടെ ഉസ്താദേ, ഒരു വിസ കിട്ടാൻ വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കോ ഉസ്താദേ. എന്തേ കാരണം? പൈസ ഉണ്ടാക്കാനുള്ള സമാധാനം കിട്ടാനാണ്. എന്റെ ഭാര്യ ശരിയല്ല, എന്റെ മക്കള് ശരിയല്ല, എന്റെ ഉമ്മാക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല, എന്റെ വാപ്പ എന്നെ തിരിച്ചറിയുന്നില്ല, എന്റെ വീട് ഭ്രാന്താലയമാ, എന്റെ വീട് ഭ്രാന്താലയമാ, എന്റെ വീട്ടിനകത്തുള്ളവരൊക്കെ സുഖമില്ലാത്തവരാ എന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച് നെട്ടോട്ടം ഓടുന്ന എത്ര ചെറുപ്പക്കാരാ ചാവക്കാടുള്ളത്, തൃശ്ശൂരുള്ളത്, കുന്നംകുളത്തുള്ളത്, എത്ര ചെറുപ്പക്കാരാ വെളിയങ്കോടുള്ളത്, പൊന്നാനിയിലുള്ളത്. എന്റെ പൊന്നുമോനെ, സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന വീടിന് സുരക്ഷിതത്വമില്ല. ഒരു പരിധിവരെ ഈ പുരുഷന്മാരുടെ സുരക്ഷിതത്വം നഷ്ടപ്പെടുത്തുന്നത് ഉമ്മമാരാണ്, ഭാര്യമാരാണ്. നിങ്ങൾ പരസ്പരം തമ്മിലടിച്ചിട്ട് മക്കളിൽ ജീവിതം നശിപ്പിക്കല്ലേ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രിയപ്പെട്ട സഹോദരൻ ബിബറേജിന്റെ മുമ്പ് പോയി നിന്നിട്ട് ഫോൺ വിളിക്കുകയാ, ഉസ്താദ് ഇന്ന് വരെ ഞാൻ കള്ള് കുടിച്ചിട്ടില്ല, ഇന്ന് വരെ ഞാൻ കള്ള് കൈകൊണ്ട് തൊട്ടിട്ടില്ല, ഇപ്പോഴും എനിക്ക് കുടിക്കാൻ ആഗ്രഹമില്ല. ഇവിടെ വന്നിട്ട് ഞാൻ ഉസ്താദിനെ വിളിച്ചതെന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉസ്താദ്, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി, ഒരു സമാധാനമില്ല ഉസ്താദ്, ഒരു സന്തോഷമില്ല ഉസ്താദ്. എന്റെ ഭാര്യയും എന്റെ ഉമ്മയും തമ്മിൽ എന്നും വഴക്കാണ്. എനിക്ക് രണ്ടുപേരെയും വെറുക്കാൻ പറ്റൂല, എനിക്ക് മാറി താമസിക്കാൻ വേറെ ഇടമില്ല ഉസ്താദ്. എന്റെ ചെറിയ ഭവനത്തിന്റെ അകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് വേറൊന്നിനും കഴിയൂല ഉസ്താദ്. അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ പറഞ്ഞു തന്ന വഴിയാ കള്ളു കുടിക്കുക എന്നത്. എനിക്ക് തുടങ്ങാൻ തോന്നുന്നില്ല ഉസ്താദ്, കള്ളു കുടിക്കാൻ തോന്നുന്നില്ല ഉസ്താദ് എന്ന് പറഞ്ഞ് പൊട്ടിക്കിടന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ വിളിച്ചെങ്കില്, എന്റെ ഉമ്മ മക്കളെ എങ്ങനെ മൃഗങ്ങളാക്കാൻ നിങ്ങൾ പറഞ്ഞു വിടല്ലേ? എന്റെ പെങ്ങള് നിന്റെ ഭർത്താവിനെ അങ്ങനെ നശിപ്പിക്കാൻ നിങ്ങൾ പറഞ്ഞു വിടല്ലേ?